കേരളത്തിലൊരു വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ദിവസമായിരുന്നു 2024 ജൂലൈ 1, അതായത് ഈ കഴിഞ്ഞ ജൂലൈ 1. അതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 4 വർഷത്തെ ബിരുദ കോഴ്സുകൾ നമ്മൾ ഔദ്യോഗികമായി തുടങ്ങിയത് ഇപ്പോഴാണ്. അതായത് എല്ലാ കോളേജുകളിലും തന്നെ തുടങ്ങി. അത് ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് അത് തുടങ്ങിയത്. അത് ഗംഭീരമായിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇവിടെ സാധാരണ ഒരു 3 കൊല്ലത്തെ ബിരുദ കോഴ്സുകളാണ് ആർട്സ് സയൻസ് വിഷയങ്ങളിലുള്ളത്. അതായത് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ 4 കൊല്ലമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്സോ എക്കണോമിക്സോ പോലെയുള്ള ബിരുദ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ അത് 3 കൊല്ലമാണുള്ളത്. ഈ 3 കൊല്ലത്തെ കോഴ്സിൻ്റെ കുഴപ്പം, മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ കോഴ്സുകൾ 4 കൊല്ലത്തെ കോഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരാൻ പറ്റും. അവിടെയൊക്കെ 12+4 എന്നുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നിലവിലുള്ളത്. അതില്ലാത്തത് കൊണ്ടിട്ട് നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ വിദേശത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡിഗ്രി കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ഇവിടെ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ സത്യത്തിൽ നമ്മൾ 5 കൊല്ലം പഠിക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ 4 കൊല്ലം കണക്കൂട്ടുന്നത്. അപ്പോൾ ആ 1 കൊല്ലം കളയാതിരിക്കാൻ നമുക്ക് നേരിട്ട് 4 കൊല്ലത്തേക്കുള്ള ഡിഗ്രി കോഴ്സുകൾ ആദ്യമായി തുടങ്ങിയ ദിവസമായിരുന്നു അന്ന് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി, ഒരു നാഴികക്കല്ലായിട്ടുള്ള സംഭവം, അത് കൊയിലാണ്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഗുരുദേവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ കോളേജുണ്ട്. ആ കോളേജ് SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജാണ്. എന്ന് പറഞ്ഞാൽ SNDPയുടെ കീഴിലുള്ള കോളേജാണ്. വെള്ളാപ്പള്ളി നടേശ മുതലാളിയുടെ കീഴിലുള്ള കോളേജാണ്. അപ്പോൾ ആ കോളേജിൽ ഈ കുട്ടികളൊക്കെ വന്ന് കോഴ്സ് തുടങ്ങുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കോഴ്സ് തുടങ്ങുന്ന ദിവസമായിരിക്കുമ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SFIക്കാർ വന്നു. SFI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. G സുധാകരൻ മുതൽ നമ്മുടെ AK ബാലൻ മുതൽ നിരവധി ആളുകൾ ഇങ്ങോട്ട് നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ജെയ്ക്സി തോമസും ഇപ്പോൾ PM ആർഷോയും സിന്ധു ജോയും അടക്കമുള്ള നിരവധി ആളുകൾ അത് നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒടുവിൽ പ്രഗത്ഭനായിട്ടുള്ള ആർഷോയിൽ എത്തി നിൽക്കുകയാണ് SFIയുടെ ചരിത്രം. അപ്പോൾ ആ SFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി അവിടെ അവർ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇടാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആളുകളെ, അവിടെ പുതിയതായിട്ട് വരുന്ന കുട്ടികളെയും അവരുടെ പാരൻസിനെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്ക്. അപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്നൊരു കോളേജാണത്. അവിടെ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവർ തന്നെ തേടിപ്പോയിക്കോളും. അപ്പോൾ ഇത് ചെന്ന് പ്രിൻസിപ്പളോട് പറഞ്ഞു. പ്രിൻസിപ്പൾ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ ഭാസ്കരൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിന് SFIയെ കുറിച്ച് വലിയ പിടിപാടില്ല, അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞു, പ്രിൻസിപ്പളുടെ റൂമിൻ്റെ മുമ്പിലായിട്ട് ഇത് ഇടാൻ കഴിയില്ല, പകരം നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇട്ടോളാൻ പറഞ്ഞു. പക്ഷേ അത് പറ്റില്ലല്ലോ. കാരണം SFIക്കാരെന്ന് പറയുന്നത് വലിയ ആളുകളാണ്. അവർ സത്യത്തിൽ പ്രിൻസിപ്പളുടെ കസേരയും ചെയറും ചോദിക്കാനും തന്നെ മഹാഭാഗ്യം. പക്ഷെ അവർ അവിടെ തന്നെ ഇടണം എന്ന് പറഞ്ഞ് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൊയിലാണ്ടി മാർക്കറ്റിലുള്ള സഖാക്കളൊക്കെ അങ്ങോട്ട് പാഞ്ഞെത്തി. അതായത് SFIയുടെ ഏരിയ സെക്രട്ടറി, പ്രസിഡന്റ് പോലെയായ ആളുകളൊക്കെ പാഞ്ഞെത്തി. ആ പാഞ്ഞെത്തിയിട്ട് പിന്നെ വലിയ സംഭാഷണമൊന്നും ഉണ്ടായില്ല. ഉടനെ തന്നെ കർണാക്കുറ്റി നോക്കി ഈ സുനിൽ ഭാസ്കരനിട്ട് ഒരു അടി കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഈ സുനിൽ ഭാസ്കരൻ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പഠിച്ച് പാസ്സായ ഒരാളാണ്. അത് തന്നെ SFIക്കാർക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല. അവർ പലപ്പോഴും ചിന്താ ജെറോമിനെ പോലെയോ പ്രിൻസി കുര്യാക്കോസിനെ പോലെയോ ഒക്കെ പ്രബന്ധങ്ങളൊക്കെ തെറ്റിച്ചെഴുതിയാലും ഡോക്ടറേറ്റ് മേടിക്കുന്ന ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ലാത്തത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പഠിച്ച് പാസ്സാകുന്ന വിവരം കിട്ട ആളുകളെയൊക്കെ, കാരണം ഇക്കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെന്ന വഴി തന്നെ ഒരു കർണാക്കുറ്റിക്കിട്ടൊരു അടി കൊടുത്തു. അപ്പോൾ അത് വീഡിയോയിൽ വരികയും ആ വീഡിയോ തന്നെ മാനേജ്മെൻറ്റ് പുറത്തേക്ക് വിടുകയും അത് കേരളം മുഴുവൻ ഞെട്ടുന്ന ഒരു കാര്യമായി മാറുകയൊക്കെ ചെയ്തു. ഞെട്ടൽ പലതവണയായി, പക്ഷേ എങ്കിലും നമുക്ക് ഇപ്പോൾ ഏറ്റവും അവസാനിച്ച ഞെട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് ശേഷം ശരിക്കും ഇപ്പോൾ SFIക്കാർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞങ്ങളെ പ്രിൻസിപ്പൾ ആദ്യം തന്നെ കർണം പുകച്ചടിക്കുകയാണ് ചെയ്തത് ഏരിയ സെക്രട്ടറി. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ സെക്രട്ടറിയുടെ കർണപടത്തിന് തന്നെ വലിയ പ്രശ്നമുണ്ടെന്നും അത് ഇനി ശരിയാകാൻ വേണ്ടി 6 മാസം എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിക്കുന്നു. സ്വാഭാവികമായിട്ടും വീണ ജോർജ് എന്ന് പറയുന്ന ഒരു പ്രമുഖ പ്രഗത്ഭയായ വനിത ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്ന SFIക്കാർ പറയുന്ന പോലെ തീർച്ചയായിട്ടും റിപ്പോർട്ടൊക്കെ എഴുതി കൊടുക്കും. ഇതിന് ശേഷം ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഈ പ്രിൻസിപ്പളെ കൊണ്ട് പരാതി കൊടുത്തു. പക്ഷേ പ്രിൻസിപ്പളിൻ്റെ പരാതിയല്ല ആദ്യം പോലീസ് എടുത്തത് വിദ്യാർത്ഥികൾ അധ്യാപകനെ തല്ലി എന്ന് പറഞ്ഞാൽ പരാതി എടുക്കാൻ തയ്യാറായില്ല. പകരം
അധ്യാപകൻ വിദ്യാർത്ഥിയെ തല്ലി എന്ന് പറയുന്ന പരാതിയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരള പോലീസ് അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് അവരേറ്റവും ആദ്യം തന്നെ ഇത് കേസെടുത്ത്. അപ്പോൾ ഈ കേസിന് ഇതിനിടക്ക് ഒരു അധ്യാപകൻ രമേശൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കൂടി അവിടെ വന്നിരുന്നു. അദ്ദേഹം സ്റ്റാഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും ചെറിയ അടിയൊക്കെ കിട്ടി. അദ്ദേഹം വളരെ സന്തോഷമായിട്ടിരുന്നു. എനിക്ക് ഇതിൽ പറയാനുള്ളൊരു കാര്യം, ഈ സുനിൽ ഭാസ്കറിനോടും രമേശിനോടൊക്കെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ കാണിക്കുന്നത് മോശമാണ്. കാരണം നിങ്ങൾ സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ജയസിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടിട്ടുള്ള പൂക്കോട്ടൂർ വെറ്ററിനറി സർവകലാശാലയിലെ അധ്യാപകരിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം അവരൊക്കെ വൈകുന്നേരം എത്തുമ്പോൾ ഈ കുട്ടികളായിട്ടൊക്കെ തന്നെ ഇരുന്ന് രണ്ട് ചെറുതൊക്കെ അടിച്ച്, ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചെറുതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ചായയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചായ ചെറുതൊക്കെ അടിച്ചിട്ട് രാത്രി 9 മണിയാകുമ്പോൾ രണ്ട് ചെറുതൊക്കെ അടിച്ച് ഈ കുട്ടികളുടെ ചിലവിൽ വളരെ സസുഖം സുന്ദരമായി വാഴുന്നതിന് പകരം ഈ സിസ്റ്റത്തെ ഒന്നും നന്നാക്കാൻ നോക്കരുത്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇതിന് ശേഷം ഒരു പ്രതിഷേധ പ്രകടനം അങ്ങോട്ട് നടത്തി. ആ പ്രതിഷേധ പ്രകടനത്തിൽ നവതേജ് എന്ന് പറയുന്ന ഏരിയ പ്രസിഡന്റ്, അതായത് SFIയുടെ ഏരിയ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാണരുത്. അദ്ദേഹം വലിയ ഒരു ചെറിയ ചക്രവർത്തിയാണ് കൊയിലാണ്ടിയിൽ. അപ്പോൾ ആ ചെറിയ ചക്രവർത്തി വരികയും ഇദ്ദേഹം 2 കാലിൽ കയറുന്നത്, അവിടെ കോളേജിൽ കയറിയത് തന്നെ വലിയ ഔദാര്യമാണെന്നും അങ്ങനെ കയറേണ്ട എന്ന് SFI തീരുമാനിച്ചാൽ കയറാൻ കഴിയില്ല എന്നുമൊക്കെ പറഞ്ഞു. SFI തീരുമാനിച്ചാൽ അദ്ദേഹം 2 കാലിൽ നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. TP ചന്ദ്രശേഖരൻ്റെയൊക്കെ അനുഭവം നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം SFIക്കാർ അത്തരത്തിലൊന്നും പോയില്ല. ഇനി ഇതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികളല്ലേ, ചെറിയ പ്രായമല്ലേ, വിവരമില്ലാത്തതുകൊണ്ടല്ലേ ഈ ഡയലോഗ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. ആ പ്രസംഗം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ശരിക്കും ഒരു DYFIക്കാരൻ, അതായത് യുവനേതാവ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് തീയിടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് എനിക്ക് വേണ്ട അടുപ്പ് കൂട്ടിയിട്ട് തീയിടും എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഭാഗ്യത്തിന് അതൊന്നും സംഭവിച്ചില്ല. സുനിൽ ഭാസ്കരൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഗോഡ്സ് ഓൺ കൺട്രിയിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഇത് പറയുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ രമ, അവരുടെയും ഒരു മീഡിയയിൽ നിങ്ങൾ അവരുടെ പത്രസമ്മേളനമൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള അവരുടെ ക്യാമ്പസിൽ SFIക്കാരുടെ നേതൃത്വത്തിൽ കുട്ടികൾ അവരെ ആക്രമിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം അവരത് ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ അവിടെ കുട്ടികളോട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആ അധ്യാപകരോട് കൃത്യമായി ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കെതിരെ വലിയ പ്രക്ഷോഭമുണ്ടായി. അവിടെ എം രമ പറയുന്ന അടുത്ത വാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, അതുകൊണ്ടാണ് ഇവിടെ അധ്യാപക സംഘടനയില്ല. KGCT എന്ന് പറയുന്ന ഒരു കൊള്ള സംഘമുണ്ട്. നമ്മുടെ CPMൻ്റെയൊക്കെ കീഴിലുള്ള ഒരു അധ്യാപകരുടെ സംഘടനയുണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ. ആ സംഘടന ഇല്ലാത്തതുകൊണ്ടാണ് അധ്യാപകരെല്ലാം ഈ സുനിൽ ഭാസ്കറിൻ്റെ ഒപ്പം നിന്നതും അവിടെ നിന്നുള്ള 4 കുട്ടികളെ ഇപ്പോൾ പുറത്താക്കിയതും. എം രമ പറയുന്നത് ഗവൺമെൻറ് കോളേജുകളിൽ അത്തരം പരിപാടിയെ നടക്കില്ല. കാരണം അധ്യാപകരെല്ലാവരും നേരത്തെ പോകണമെന്ന് പറയും, അവർ ജോലി എടുക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിർബന്ധം പിടിച്ചതുകൊണ്ട് എം രമക്ക് ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർ ചെയ്തിട്ടും ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. അവർ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം പോലും അവർക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷെ അവർ ഹൈക്കോടതിയിലൊക്കെ പോയിട്ടാണ് അത് റദ്ദ് ചെയ്ത് കിട്ടിയത്. പക്ഷേ ഹൈക്കോടതിയല്ല, ഇനി സുപ്രീം കോടതി പറഞ്ഞാലും ശരി, ഇവിടെ പിണറായി വിജയൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെയും അനുഭവം ഉണ്ടല്ലോ. അതായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഗവർണർ പറയുന്നൊരു വനിത വന്നിരുന്നിട്ട് പോലും അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പിന്നീട് അവർ റിട്ടയർ ചെയ്യുമ്പോൾ പോലും ശരിക്കും അവരുടെ നേരത്തെയുള്ള പൊസിഷനേക്കാൾ താഴ്ന്ന പൊസിഷൻ ഗവൺമെൻറ് കൊടുക്കുകയും അതിലിരുന്ന് റിട്ടയർ ചെയ്യേണ്ടി വരികയും റിട്ടയർ ചെയ്തതിന് ശേഷം പോലും അവരെ ഉപദ്രവിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ പിന്നെ പാവം എം രമയുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാസർഗോഡ് പ്രിൻസിപ്പളായിരുന്നു. എന്തായാലും അവർ റിട്ടയർ ചെയ്ത മഹാഭാഗ്യം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അവിടെ എം രമ പറഞ്ഞിട്ടുള്ളൊരു വാചകം എന്ന് പറഞ്ഞത് മയക്കുമരുന്ന് ലഹരി മാഫിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് SFI എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എം രമയോടും ഈ സുനിൽ ഭാസ്കറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ SFIക്ക് കീഴ്പ്പെട്ട് ജീവിച്ചാൽ വളരെ സുന്ദരമായിരിക്കും. കാരണം അതാണ് നമുക്ക് സിദ്ധാർത്ഥൻ മരിച്ചിക്കന്നെ കമ്പി വടിയൊക്കെ ഇട്ട് കൊന്ന, അതായത് കമ്പിയൊക്കെ കഴുത്തേർ മുറുക്കി 3 ദിവസം പീഡിപ്പിച്ച് കൊന്നിട്ടുള്ള ആളുകൾ, ആ കോളേജുകളിൽ ഡീൻ അടക്കമുള്ള ആളുകളുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്കൊക്കെ സന്തോഷമായിട്ടും സുഖമായിട്ടും വാഴാവുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രമുഖമായ സ്ഥാനം വഹിക്കുന്നത് SFI ആണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാര്യവട്ടത്തുള്ള കോളേജിൽ
ആ കാര്യവട്ടത്തുള്ള കോളേജിൽ സാൻജോസ് എന്ന് പറയുന്നൊരു പയ്യൻ, അവനവിടെ MAക്ക് മലയാളം പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള പയ്യനാണ്. ആ പയ്യനെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇത് രണ്ടും ഇപ്പോൾ കേരളത്തിൽ തെറ്റാണ്. ഒന്ന് MA പഠിക്കാൻ കാര്യവട്ട കോളേജിൽ ജോയിൻ ചെയ്യാൻ പാടില്ല, പിന്നെ നിങ്ങൾ KSUക്കാരനാണ് എന്നുള്ളത് വലിയ തെറ്റാണ്. ഈ രണ്ട് തെറ്റുകൾ കൊണ്ടിട്ട് അവനെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു എന്നാണ് നമ്മൾ അറിയേണ്ടത്. 21ാമത്തെ റൂമിലാണ് ജയസിദ്ധാർത്ഥനെ ഇട്ട് ഇടിച്ചതെങ്കിൽ ഇവർ അത്തരത്തിൽ നമ്പറിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 121ാമത്തെ റൂമിലാണ് ഈ സാൻജോസിനെ ഇട്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കാര്യവട്ടം കോളേജിലുണ്ടായിരിക്കുന്നു. ഇതിനുശേഷം പോലീസ് എത്തിയപ്പോൾ പോലീസ് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ലാസ്റ്റ് ചാണ്ടി ഉമ്മനും വിൻസെൻറ്റും പോലെയുള്ള ആളുകൾ അവിടെ എത്തി നിർബന്ധിച്ചപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഈ അക്രമികളായിട്ടുള്ള SFIക്കാർ എന്ന് പറഞ്ഞാൽ മിടുക്കന്മാരായിട്ടുള്ള SFIക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ SFIക്കാർ വിൻസെൻ്റ് എന്ന് പറയുന്ന MLAയെയും അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു കേരളമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞാൽ CPMും SFIയും ഒക്കെ തിരുത്തി തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഇതിൽ 3 പേരോട് പറയാനുള്ളത്, ഒന്ന് നമ്മുടെ അധ്യാപകരോടും അവരുടെ പ്രിൻസിപ്പൽമാരോടും ഒക്കെ പറയാനുള്ളത്, ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ നിങ്ങൾ എത്രയും SFIക്ക് കീഴ്പ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യുക. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണെങ്കിൽ പോലും അവിടുത്തെ പ്രിൻസിപ്പൽമാരോട് എനിക്ക് പറയാനുള്ളത്, അവർ ഡെസ്ക് ഇടും, അതുപോലെ വരുന്ന പുതിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് പിരിവ് നടത്താൻ വേണ്ടിയിട്ടാണ്, SFIയുടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്, പിരിവ് നടത്താൻ വേണ്ടിയാണ്, പിരിവ് നടത്തിയിട്ട് വൈകുന്നേരം 2 ചെറുതടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയൂ. അങ്ങനെ സുന്ദരമായി ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആ പുതിയ കുട്ടികളുടെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ കേരളത്തിൽ പഠിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ SFIയിൽ ചെന്ന് ജോയിൻ ചെയ്യുക. SFI കാണിക്കുന്ന അതിക്രമങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുക. നിങ്ങൾ എന്ത് വന്നാലും രക്ഷപ്പെടും. കാരണം ഒന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിങ്ങൾക്ക് കുറേ കൂടി എടുക്കാനാണെങ്കിൽ MLAയോ വേണമെങ്കിൽ മന്ത്രിയോ ഒക്കെ വരെയാകാം. അത് നമുക്ക് ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നതെങ്കിൽ, ഇപ്പോൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ശ്രമിക്കുന്നതെങ്കിൽ നസീമിനെയും ശിവരഞ്ജിത്തിനെയും, ഈ പേരുകൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഈ നസീമും ശിവരഞ്ജിത്തുമാണ് ഒരു കൊലപാതക ശ്രമത്തിൻ്റെ കേസിൽ പ്രതിയായിട്ട് പോലും അവർക്ക് ഈ ശിവരഞ്ജിത്തിന് 1ാം റാങ്കും നസീമിന് 28ാം റാങ്കുമാണ് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ നാളെ ക്രമസമാധാന പാലനം നടത്തേണ്ട ഉദ്യോഗസ്ഥരായി ഇവർ മാറിയാനെ. ഭാഗ്യത്തിന് അത് മീഡിയയൊക്കെ പുറത്തു കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ മാറിയില്ലെങ്കിൽ, മീഡിയയ്ക്ക് ഏതെങ്കിലും കന്നന്തിരിവ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ഗവൺമെൻറ് സർവീസുകളിൽ തന്നെ ജോലി കിട്ടും. ഇനി ഇതിൻ്റെ നടുക്കൊരു വിഭാഗമുണ്ട്, അവർ കുറച്ചുകൂടി നിങ്ങൾ പഠിക്കാനൊക്കെ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാതെ വേണമെങ്കിൽ ജയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PhD കിട്ടും, വേണമെങ്കിൽ BCom പാസ്സാക്കാതെ നിഖിൽ തോമസിനെ പോലെ നിങ്ങൾക്ക് MComന് പഠിക്കാം, വേണമെങ്കിൽ PhD വരെ കിട്ടാം. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇത്തിരി കൂടി സാമ്പത്തികവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്തേക്കുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പോകാം. ആ യൂണിവേഴ്സിറ്റികളിൽ പോയാൽ അവിടെ സുന്ദരമായ ജീവിതമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കുറേ കൂടി നന്നായി വിദ്യാഭ്യാസം കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പാകില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ബാംഗ്ലൂരിൽ കർണാടകത്തിലേക്കോ ഒക്കെ പോകണം. അവിടെ ചെന്ന് വിദ്യാഭ്യാസം ചെയ്താൽ പോലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്ര വലിയ റിസ്ക് ഇല്ല. കാരണം നമ്പർ 1 കേരളം നമുക്ക് വേണ്ട. കാരണം നമ്പർ 1 കേരളമാണ് എന്നുള്ളത് നമുക്ക് ഇതിനകം മനസ്സിലായി. ഇന്നലെ തന്നെ സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയെ വിദഗ്ധനായിട്ടുള്ള, കുന്തവും കുടച്ചക്രമൊക്കെ ഭരണഘടനയിൽ കണ്ടെത്തിയിട്ടുള്ള സജി ചെറിയാൻ പറഞ്ഞത്, SLC പാസ്സാകുന്ന പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്നാണ്. ഇത് നേരത്തെ തന്നെ TM ജേക്കബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരാൾ. ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നത് അദ്ദേഹം അത് ശുദ്ധനായതുകൊണ്ട് പറഞ്ഞു പോയതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ സത്യമാണ് പറഞ്ഞത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞത് തെറ്റാണെന്നും ശിവൻകുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ലെവലിൽ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന SFIക്കാർക്ക് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ് അവരുടെ മുദ്രാവാക്യം. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും നീടാൾ വാഴട്ടെ. ബാക്കിയുള്ള കുട്ടികൾ കേരളത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക.